ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണിത്. വെജിറ്റബിൾ സൂപ്പാണ്. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളും അത് ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇങ്ങനെ സൂപ്പാക്കി വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റ്, പയർ, പിന്നെ കുറച്ച് ചീര, പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഉള്ളി ചെറുതായി അരിഞ്ഞതുണ്ട്. സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചെറിയൊരു ഉള്ളി എടുത്ത്. എല്ലാം വെജിറ്റബിൾസ് ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞ് വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാനാകുമ്പോൾ സൂപ്പിൻ്റെ ഇടയിൽ വെജിറ്റബിൾസ് കടിക്കുമ്പോഴും ചെറുതായിട്ടാകുമ്പോൾ നമുക്കത്ര ആ ഒരു കടി തോന്നില്ല. അതിൻ്റെ കൂടെ തന്നെ സൂപ്പിൻ്റെ കൂടെ തന്നെ കുടിച്ചു പോകും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ. വേണമെങ്കിൽ കോളിഫ്ലവർ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് എടുക്കാം, മഷ്റൂം എടുക്കാം, ഏതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നേരെ വെജിറ്റബിൾസ് ഇട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പയറും കൂടെ ചേർത്ത് കൊടുത്തു. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരുപാട് കുക്കാവൊന്നും വേണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മതി ജസ്റ്റ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇതിലേക്ക് ക്യാപ്സിക്കവും ചീരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഗ്ലാസ് വെള്ളത്തിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കാം, പക്ഷെ അത്രയും മതി. അത് ഈ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് പെർഫെക്റ്റാണ് അളവ്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, പിന്നെ കുറച്ച് പയറും കുറച്ച് ചീരയും അത്രയായിട്ട് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കുറച്ച് ഇതിലേക്ക് ചെറിയൊരു പുളിരസം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തക്കാളി ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആ ഒരു ടേസ്റ്റ് വേണ്ട എന്നുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സൂപ്പിലേക്ക്. ഞാൻ ഇതിലേക്ക് ഒരു ബേ ലീവ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾ വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളിത് ഒന്ന് ഊറ്റിയിട്ട് അതിൻ്റെ വെള്ളം മാത്രം കൊടുത്താലും മതി. കാരണം ആ വെള്ളത്തിലെല്ലാം ഇതിൻ്റെ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഗുണങ്ങളും വെള്ളത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തത്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതായതുകൊണ്ട് കുറച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇപ്പം വേണമെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബേ ലീവ്സ് എടുത്ത് മാറ്റാം. ഇതിലേക്ക് മല്ലിയിലയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പം എൻ്റെ ഒരു മല്ലിയിലയില്ല. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഒരു മല്ലിയുടെ ഇലയുണ്ടല്ലോ, അതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. മല്ലിയുടെ ടേസ്റ്റ് ഒരു ഫ്ലേവർ വരുന്നതല്ല. അപ്പോൾ നമ്മുടെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതിൻ്റെ മുകളിലേക്ക് ആ ചതച്ച മുളകിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ
ചേരുമ്പം നല്ലൊരു എരിവൊക്കെ അത് ഞാൻ എല്ലാവർക്കും ചേർത്തിട്ടില്ല, കുട്ടികൾക്കൊന്നും കൊടുത്തിട്ടില്ല. എരിവ് ഇഷ്ടം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൂടെ ചേർത്തിട്ട് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. ഒന്ന് അരിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം കൊടുത്താൽ മതി കുട്ടികൾക്ക്. അത് അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.